എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ ബുള്ളറ്റ് റീസ്റ്റോറേഷൻ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യത്തെ വീഡിയോ ഇട്ടതിന് ശേഷം വന്നൊരു കോൺടാക്റ്റ് ആണ് അല്ലേ, എൻക്വയറിയാണ്. അപ്പോൾ എന്തായാലും അനീഷ് ബ്രോയുടെ കരുനാഗപ്പള്ളിയിലുള്ള അനീഷ് ബ്രോയുടെ വണ്ടിയാണ്. കുറച്ച് നാളായിട്ട് എന്താ പറയുക, ഞാൻ ഷിജിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുമായിരുന്നു വണ്ടി എവിടെ. അതിനൊറ്റ റീസൺ എന്ന് വെച്ചാൽ എല്ലാ വീഡിയോയിലും വന്നിട്ട് എൻ്റെ വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അനീഷ് ബ്രോ എന്നെ മെസ്സേജ് ഇടുമായിരുന്നു. അതെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുമായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ലേറ്റായി? ഇത് ആദ്യം വണ്ടി എടുത്തിട്ട് സത്യം പറഞ്ഞാൽ കുറച്ചധികം നാളായി. അപ്പോൾ അനുശേഷം തന്നെ ഇടയ്ക്ക് ചില കസ്റ്റമർ അത്യാവശ്യം കാണിക്കുമ്പോൾ ഞാൻ പറയാം പക്ഷേ കുഴപ്പമില്ല, അത് കഴിഞ്ഞ് ചെയ്യും, നമ്മൾ അത് കഴിഞ്ഞ് ചെയ്യാം. പുള്ളി വരാറായില്ല നാട്ടിൽ. അങ്ങനെ പിന്നെ അങ്ങ് നീണ്ടുപോയതാണ്. അത്യാവശ്യം കുറച്ച് നല്ല ഗ്യാപ്പായി. ഓക്കെ, കുഴപ്പമില്ല. ഇത് ഏത് വർഷത്തെ വണ്ടിയാണ്? ഇത് 91 ആണെന്ന് 1991. ഓക്കെ, അപ്പോൾ അതായത് 35 വർഷം പഴക്കമുള്ള ബുള്ളറ്റാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഇത് നമ്മൾ ഫുള്ള് പെയിന്റിങ്, പ്ലേറ്റിങ്, ബഫിങ്, പിന്നെ അതായത് എഞ്ചിൻ വർക്ക് ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ വണ്ടി ഓടിയാണോ വന്നത് അതോ വണ്ടി പിക്കപ്പിലാണ് കൊണ്ടുവന്നത്? നമ്മൾ പോയി കളക്ട് ചെയ്തത്. ഓക്കെ. പക്ഷേ എഞ്ചിൻ ഓക്കെയാണ്. അപ്പോൾ എന്തൊക്കെ സ്പെയർ ആണ് മാറിയിട്ടുള്ളത്? ഇതിന് നമ്മൾ ഇപ്പോൾ കീ സെറ്റ്, പിന്നെ ആംബിയർ മീറ്റർ മാറ്റി, ഡൂം സെറ്റ് പുതിയതാണ്, ഫ്രണ്ട് നമ്പർ പ്ലേറ്റ്, പിന്നെ 2 സെറ്റ് സ്പോക്സ് പുതിയതാണ്, ക്രാഷ് ഗാർഡ് പുതിയതാണ്, പിന്നെ ഹാൻഡില്, സ്വിച്ചസ്, ത്രോട്ടില്, യോക്ക് ലിവർ, കേബിൾസ്, കോണും ബോള്, ബ്രേക്ക് ഷൂ, പിന്നെ ഫുള്ള് ടൈൽ അസി, പില്ലൺ ഹാൻഡില്, ബാക്ക്ഗ്രൗണ്ട് ഷോക്കപ്സർ പുതിയതാണ്, പിന്നെ കാർബറേറ്റർ പുതിയതാണ്, പെട്രോൾ സ്റ്റെയിനർ, പ്ലഗ്. അതായത് ഒരു വണ്ടി നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മാറാനുണ്ടോ ഏറ്റവും പാർട്സ് മൊത്തം മാറിയാണ് നമ്മൾ. സീറ്റ് ഇത് ഒരു ഓവറായിട്ട് ഹൈറ്റ് സൈഡൊക്കെ കൂട്ടി കുഷനൊക്കെ അടിച്ച് ഒരു വൃത്തികേടായിരുന്നു. അപ്പൊ പിന്നെ അനിശേട്ടൻ പറഞ്ഞു എനിക്ക് നോർമൽ രീതി വരുന്ന പോലെ ഒന്ന് ചെയ്തെടുത്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇത് ചെയ്തെടുത്താണോ? ചെയ്തെടുത്തതാണ്, പറ്റുന്ന അത്രയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ വർക്ക് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അപ്പോൾ സ്പെയറിന് ഇപ്പോൾ എത്ര എല്ലാം കൂടി? സ്പെയർ നമുക്ക് അറൗണ്ട് ഒരു 43,000 സ്പെയർ പാർട്സ് ആയി. 43,000. ഓക്കെ. അപ്പോൾ പിന്നെ അതിനുശേഷം പെയിന്റിങ് 14 രൂപ. ഓക്കെ. പിന്നെ നമുക്ക് പ്ലേറ്റിംഗ് വരുമ്പോൾ പെയിന്റിംഗ് 14 എന്ന് പറയുമ്പോഴത്തേക്ക് ലൈൻ വിത്ത് ലൈൻ അല്ല, സെപ്പറേറ്റ് ആണ്. ഓക്കെ, ഇത് ലൈൻ മലയാണ് ഇവിടെ വിത്ത് ലൈനായിട്ട് പെയിന്റ് ചെയ്തു തരുന്നത്. ആഡംസിന് കൊടുത്ത വണ്ടിയല്ല. ഓക്കെ. ഇത് നമ്മുടെ ലോക്കൽ അല്ലേ? അതായത് സ്ഥിരം നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പുള്ളിയുടെ പേരെന്താണ് ആക്ച്വലി? ഷിബു. ഓക്കെ. ഇവിടെ നമ്മുടെ കടയ്ക്കകത്ത് തന്നെയാണ്. എന്റെ വർക്ക്ഷോപ്പിന് അടുത്ത് തന്നെയാണ്. കുറെ പേര് ആക്ച്വലി ഈ ഒരു വർക്ക്ഷോപ്പ് എവിടെയാണ്, ഈ പെയിന്റിങ്ങിന്റെ വർക്ക്ഷോപ്പ് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചു 1-2 ദിവസം, പുള്ളി വേണ്ടാന്ന് പറഞ്ഞു. ഓൾറെഡി പുള്ളിക്ക് വർക്ക് ഉണ്ട്, 2 പേരേ ഉള്ളൂ. പിന്നെ ഇതേപോലെ പെയിന്റിംഗ് പോലെ തന്നെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഓക്കെ. അപ്പൊ പിന്നെ അത് വിട്ടേക്ക്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പ്ലേറ്റിംഗ് വന്നിട്ട് ഒരു 7,900 സംതിങ്, ഒരു 8 രൂപ. പ്ലേറ്റിംഗ് എവിടെ? പ്ലേറ്റിംഗ് എല്ലാം കിളിമാനൂർ ECMF. ഓക്കെ. പ്ലേറ്റിംഗ് എത്രയാണ്? 7,900 സംതിങ്. 8,000 രൂപ. എഞ്ചിൻ ഒന്നും ഇല്ലാണ്ട്. അപ്പൊ ബഫ് ചെയ്തിട്ടുണ്ടോ? ബഫ് ചെയ്ത്. ഇത് നമ്മൾ ഉമേനല്ലൂരാണ് ബഫ് ചെയ്തത്. ബഫിംഗ് മൊത്തം 5 രൂപയായി. 5 രൂപ. ഓക്കെ. എനിക്കൊന്ന് പ്ലേറ്റിംഗ് ആയെന്ന് ചെയ്തിട്ട് അല്ലേ? എല്ലാം കൂടി പ്ലേറ്റ് ചെയ്തെങ്കിൽ ഇത്രയും കാശാകുമായിരുന്നോ? പ്ലേറ്റിംഗ് ആണെങ്കിൽ ഇതിൽ കൂടുതലായി. പഴയ മോഡലിന്റെ എഞ്ചിൻ കവർ മാത്രം പ്ലേറ്റ് ചെയ്യാനായിട്ട് കിളിമാനൂർ 14,000 രൂപയാണ് മേടിച്ചോണ്ടിരുന്നത്. അവരിനി അത് ചാർജ് എല്ലാം കൂട്ടും. ഓൾറെഡി കൂട്ടി എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ നേരത്തെ കൊടുത്ത വണ്ടികൾ അവിടെ കിടക്കുന്നുണ്ട്. അവർ നമ്മളിൽ നിന്ന് പഴയ എമൗണ്ട് ഇപ്പോഴും മേടിക്കും. പുതിയ എമൗണ്ട് ഇനി അടുത്ത പുതിയ ബില്ല്, അതായത് ഇനി ഓണം കഴിഞ്ഞിട്ട് കൂട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വണ്ടി മുതൽ ഇനി അത് വരുമ്പോഴേ ഇപ്പോഴത്തെ റേറ്റ് എത്രയെന്ന് അറിയാൻ പറ്റും. എന്തായാലും എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണല്ലോ. എല്ലാത്തിനും നമുക്കിപ്പോൾ സ്പെയറിനെല്ലാം വില കൂടി. അതേപോലെ തന്നെ പെയിന്റിങ്ങിന് പെയിന്റർമാർ വില കൂടുതൽ വേണമെന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നല്ല പ്രശ്നമുണ്ട് അവരുടെ സൈഡിൽ. പക്ഷെ നേരത്തെ കൊടുത്തിട്ടേക്കുന്ന വണ്ടികളായതുകൊണ്ട് ഞാൻ ചേട്ടാ കസ്റ്റമറുടെ അടുത്ത് ഇത്ര രൂപയാണ് പറഞ്ഞത്, ഇനി അത് കൂട്ടി മേടിക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെ നിൽക്കുകയാണ്. പുതിയൊരു വണ്ടി വരുമ്പോഴത്തേക്ക് ആ ഒരു റേറ്റിനനുസരിച്ചല്ലേ ഈ എടുക്കുന്ന വണ്ടിക്ക് റേറ്റ് വ്യത്യാസം വേണമെന്ന് അവർ കട്ടായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലിപ്പോ കൂടാതെ നമ്മളെ പണിക്കൂലി മാത്രമേ ഉള്ളൂ, ചാർജ് കൂടി. പിന്നെ മെയിൻ ആയിട്ട് ഇപ്പോ അതായത് നമ്മള് കുറച്ച് ഒരു 5-6 വണ്ടികൾ നമുക്ക് സ്കിപ്പായി പോയി. പല വണ്ടിയും കസ്റ്റമർ വന്നിട്ട് ഇടിപിടി എന്നും പറഞ്ഞ് വണ്ടി എന്തുകൊണ്ട് പണി തീർത്ത് കൊണ്ടുപോയി. അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് വണ്ടി മിസ്സായിപ്പോയി. പിന്നെ ഓൾറെഡി അതിനിടയ്ക്ക് കൂടുതലായിട്ട് നമുക്ക് എഞ്ചിൻ വർക്ക്സും പിന്നെ ഈ ഫുള്ള് പൊളിച്ച് പണിയാണ്ട് ബോഡി ഇളക്കി പെയിന്റിങ് അങ്ങനെയൊക്കെ ആയിരുന്നു കൂടുതൽ. അതാണ് നമ്മൾ മെയിനായിട്ട് വീഡിയോ കാണിക്കാതെ. നമ്മളാ വർക്ക്ഷോപ്പ് ടൂർ കാണിച്ചപ്പോഴത്തേക്ക് ഒരു 500 ഉണ്ടായിരുന്നല്ലോ. അത് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അതിപ്പോ കഴിയാറായി. ഇന്ന് കാര്യം ഒന്ന് അതിന്റെ ഓണർ വരാറാവുന്നേ ഉള്ളൂ. അപ്പൊ ആ സമയത്തേക്ക് തീർത്താൽ മതി എന്ന് പറഞ്ഞു. ഏതാണ്ട് ഇപ്പൊ 2 മാസത്തിന് മേലെ ആയി. 90% വർക്ക് തീർന്നു. ഇനി അതിൽ സീറ്റും ടാങ്കും ഫിറ്റ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. പിന്നെ ഹെഡ്ലൈറ്റ് ഇടണം, അത്രേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് ഡിലേ വരുന്നത് ഇപ്പൊ അനീഷേന്റെ വണ്ടി തന്നെ എനിക്ക് തോന്നുന്നു 2 ആഴ്ച കൂടുതലായിട്ട്
ഒരു 99% വർക്ക് കഴിഞ്ഞിരിക്കും. നമുക്കിപ്പോൾ സ്പെയർ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. നമുക്ക് മിക്കവാറും പാർട്സുകളൊന്നും കിട്ടാനില്ല. ഈ ക്രാഷ് കാർഡ് നമ്മൾ മുമ്പ് 4200 കൊടുത്തോണ്ടിരുന്ന ക്രാഷ് കാർഡ് ചെന്നൈ സാധനം, അത് നമുക്ക് 4200 കിട്ടുന്നത്. ആ സാധനം ലാസ്റ്റ് ഒരു വണ്ടിക്ക് തപ്പി പിടിച്ച് കിട്ടി. പക്ഷെ അന്ന് അതിന് 4800 രൂപ വില. അത് കഴിഞ്ഞ് പിന്നെ അത് കിട്ടാനില്ല. അതേപോലെ തന്നെ പല പാർട്സും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ക്ലാസിക്കിൻ്റെതായിക്കോട്ടെ ഓൾഡ് മോഡലിൻ്റെ ആയിക്കോട്ടെ, വെറിയർ മഡ്ഗാർഡ് കിട്ടാനില്ല, ഷോക്ക് ഓബ്സർ കിട്ടാൻ പാട്. മൊത്തത്തിൽ ഇപ്പൊ പ്രശ്നമാണ്. ഇതിൽ ഏറ്റവും പ്രശ്നം നമുക്കാണ്. മനസ്സിലായി. പണി തീർക്കാൻ പറ്റുന്നില്ല, ഡിലേ ആവും. നമ്മളിപ്പോ 90% പണി തീർത്ത് വെച്ചാലും ഈ വണ്ടി കൊടുക്കുമ്പോഴേ ലേബർ പിടിക്കാൻ പറ്റും. അതെ, സ്ഥലവും പ്രശ്നമാണ്. അതായത് വണ്ടി സ്ഥലം വേസ്റ്റ് ആയിട്ട് വണ്ടി അവിടെ പറ്റുന്നില്ല. അങ്ങനെ ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയുടെ ടോട്ടൽ കോസ്റ്റ്, ഈ വണ്ടിക്ക് ടോട്ടൽ 79 സംതിങ്, അതായത് 80,000 രൂപയ്ക്കകത്ത്. 80,000 രൂപയ്ക്ക് ഈ ഒരു വണ്ടി ഇതുപോലെ അല്ലേ, 1991 മോഡല് ബുള്ളറ്റ്. ഓക്കെ, എന്തായാലും 10,000 രൂപ നമ്മുടെ ലേബറും ബാക്കി ഇതിന്റെ പൈസയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും 80,000 രൂപ ആയിട്ടുള്ള നമ്മുടെ 1991 മോഡല് ബുള്ളറ്റ് ആണ് ഇത് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഇതിന്റെ കളർ മുന്നേ എന്തായിരുന്നു? ഇത് മുന്നേ ബ്ലാക്ക് ആയിരുന്നു. ഈ ടാങ്ക് നമ്മൾ ചേഞ്ച് ചെയ്തതാണ്. ഇതിന് ടാങ്ക് പാഡ് വെക്കാനുണ്ട്. പിന്നെ ബ്ലാക്ക് പാഡ് അല്ലേ? അതെ, ബ്ലാക്ക് പാഡ്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ഒരു കൺസെപ്റ്റില് നമ്മളെ ഭാഗത്ത് റീസ്റ്റോർ ചെയ്യാൻ വരുന്ന ഒരു വണ്ടി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ കസ്റ്റമറും കാശ് ഉണ്ടായിട്ട് വണ്ടി പണിയുന്നില്ല. എല്ലാവരും ആഗ്രഹത്തിന് പൈസ കോപ്പി ചെയ്യുന്നവരാണ്. അപ്പോൾ അവര് ഒരു വണ്ടി കൊണ്ട് തരുമ്പോൾ ഞാൻ നോക്കണെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ആ വണ്ടി എത്ര പക്കയായിട്ട് കൊടുക്കാൻ പറ്റും. ഇതിൽ ഇഗ്നിഷൻ കോയിൽ അടക്കം പുതിയതാണ്, വയർ കിറ്റ് എല്ലാം. ഇപ്പൊ ഇത് ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഓയിൽ മാറുക, ബ്രേക്ക് ടൈറ്റ് ചെയ്യുക, ചെയിൻ ടൈറ്റ് ചെയ്യുക, അത്രേ വരാവൂ എന്നുള്ള രീതിയിലാണ് ഈ വണ്ടി കൊടുക്കുന്നത്. അത് ഇന്നും അതെ, അന്നും അങ്ങനെയാണ് കൊടുക്കുന്നത്. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, അതായത് ഒരു കമന്റ്, പല കമന്റ് ആയിട്ട് വരുന്നുണ്ട്, ഒന്നല്ല കേട്ടോ, 2-3 കമന്റ് ഞാൻ കണ്ടാണ്. നിങ്ങളൊരു പുതിയ ബുള്ളറ്റ് റീസ്റ്റോർ ചെയ്തെങ്കിൽ അടുത്ത ദിവസം മുതൽ വീട്ടിൽ കയറ്റി വയ്ക്കാം, അതായത് നമ്മുടെ ഗ്യാരേജിൽ കയറ്റി വയ്ക്കാം, ഓടിക്കാൻ പറ്റത്തില്ല എന്നാണ് പറയണത്. അതിന് എന്തുമാത്രം സത്യമുണ്ട്? എന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇത്രയും വണ്ടികൾ പണിത് കൊണ്ടുപോയി. ഇന്ന് വരെ ഒരു കസ്റ്റമർ പോലും എന്നെ വിളിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പൊ തന്നെ പറയണമെങ്കിൽ നമ്മളെ ചാലക്കുടിയിൽ നമ്മൾ 2 വണ്ടി മനസ്സിലായി. പുള്ളി ഇപ്പൊ അടുത്ത ഒരു വണ്ടി എനിക്ക് പണിയാനായിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഓണം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും, ഒരു 67 മോഡൽ. അത് കഴിഞ്ഞ് പുള്ളി ഇപ്പൊ ഓൾറെഡി വേറൊരു, ഞാൻ പേര് പറയുന്നില്ല, പുള്ളി ഓൾറെഡി വേറൊരു വണ്ടിയുടെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ഷീനെ കൊടുത്തിട്ടെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇപ്പൊ വേണ്ട, ഓണം കഴിഞ്ഞ് മതി എന്ന്. അപ്പൊ നമുക്ക് അങ്ങനെ വണ്ടി വരുന്നത് നമ്മൾ പണിയുന്ന വണ്ടി നല്ലോണം ഓടണം. ഈ മെയിൻ ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഈ അനാവശ്യമായിട്ട് നമ്മളെ വീഡിയോക്കകത്ത് വന്ന് കമന്റ് ഇടുന്നത്, മെയിൻ ആയിട്ട് അത് വേറെ പല പ്രമുഖ വർക്ക്ഷോപ്പിലെ മെക്കാനിക്കലാണ് കമന്റ് ഇടുന്നത്. സ്ക്രീൻഷോട്ട് നമ്മളെല്ലാം ദീപകേട്ടനാണ് എനിക്ക് അയച്ചു തന്നത്. അത് ഞാൻ വർക്ക്ഷോപ്പിന്റെ പേര് പറയുന്നില്ല, തിരുവല്ലയിലുള്ള ബുള്ളറ്റ് വർക്ക്ഷോപ്പിലെ മെയിൻ മേശരിയാണ്. അവിടെ പുള്ളി മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ രാത്രി ഇതേപോലെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് കമന്റ്, അപ്പൊ എന്റെ സ്വഭാവത്തിന് ഞാൻ തിരിച്ചു വിളിക്കും. പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മെക്കാനിക്കാണ്. നമ്മളെ വെറുതെ അനാവശ്യമായിട്ടുള്ള ചീത്ത വിളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഞാൻ പുള്ളിയുടെ, അതായത് അവർ വീഡിയോ ചെയ്യുന്നവരാണ്. അപ്പൊ അവരെ വർക്ക്ഷോപ്പിലെ നമ്പർ വീഡിയോയിലുണ്ട്. ഞാൻ ഓൾറെഡി അവരെ മുമ്പ് വീഡിയോ കാണാറുണ്ട്. ഞാൻ അങ്ങനെ നമ്പർ എടുത്ത് വിളിച്ചപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞൂടാ. രാത്രി 9:00 വന്ന കമന്റ് ആണ്. ഈ ഫോണ് വേറെ ആരെ ഹാക്ക് ചെയ്തു, നമ്മളല്ല കമന്റ് ഇട്ടത്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ വരാൻ നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ഇപ്പൊ ലാസ്റ്റ് ഇട്ട ഒരു വീഡിയോ ഞാൻ കണ്ടു. ഇപ്പൊ ഞാൻ വേറെ അടിയുണ്ടാക്കാൻ പറയണമെന്നില്ല, അതിൽ എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ 70,000-80,000 രൂപയ്ക്കൊക്കെ വണ്ടി പണിയുന്ന പലരും കാണും. അവരൊന്നും ഫുള്ളായിട്ടൊന്നും പണിയില്ല, നമ്മളുടെ പണി ഒരുപാട് കോസ്റ്റ് ആവും, നിങ്ങൾ അങ്ങനെയുള്ളവർ നമ്മുടെ അടുത്ത് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ തന്നെയാണ് പറഞ്ഞത്. കാരണം നമ്മളിവിടെ ഓൾറെഡി ഒരു വണ്ടി ഇറങ്ങുമ്പോൾ ഇപ്പൊ എൻജി സൈഡ് ഇല്ലാണ്ട് പണിയണമെങ്കിൽ ഒരു 70,000-80,000 രൂപയാണ് ആവുന്നത് ഒരു വണ്ടിക്ക്. പിന്നെ ഞാനിപ്പോ ഈ കമന്റ് ഇടുന്നവരടുത്ത് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കുകയാണ്, ഈ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, എത്ര പേര് ലേബർ കോസ്റ്റും പെയിന്റിങ്ങിന്റെയും പ്ലേറ്റിങ്ങിന്റെയും ഒക്കെ റേറ്റ് പറയുന്നുണ്ട്? ആരും പറയാറില്ല. ഈ 10,000 രൂപയ്ക്ക് എന്റെ അറിവിൽ വേറെ ആരും ബുള്ളറ്റ് പണിത് കൊടുക്കുന്നുണ്ട് എനിക്ക് അറിഞ്ഞു കൊടുക്കും. ഇല്ല, നമ്മളെ ആദ്യം ഫസ്റ്റ് ടൈം ഈ ഒരു വർക്ക്ഷോപ്പിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഈ റീസ്റ്റോറേഷൻ പൈസ വാങ്ങിക്കുന്നത്. അപ്പോൾ 10,000 എന്ന് ഷിജിൻ പറഞ്ഞപ്പോഴത്തേക്ക് പലരും കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇത് മുതലാകുന്നു എന്നുള്ളത്. സത്യമാണ്. ഇത് ഇപ്പൊ ചേട്ടാ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. അതായത് എനിക്ക് ഒരു പാഷനായിരുന്നു ചെറുതിലെ മുതലേ ബുള്ളറ്റ് വന്നത്. പിന്നെ ഒന്ന് എൻ്റെ അച്ഛൻ മെക്കാനിക്കായിരുന്നു. ഞാൻ കുഞ്ഞിലെ മുതലേ ഈ വണ്ടിയുടെ ചോറാണ് കഴിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇത്രയും വയസ്സായിട്ടും ഈ പണി ചെയ്യുന്ന പൈസ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അന്നും അതെ ഇന്നും അതെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ വണ്ടിയുടെ അടുത്തൊക്കെ ഇപ്പൊ ഏത് വണ്ടിയാണെങ്കിലും എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെ. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ പുതുതായിട്ട് മെക്കാനിക്കൽ ഒരുപാട് പേരുണ്ട് വന്ന് വർക്ക്ഷോപ്പ് ഇപ്പോൾ ഒരു പഠിപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് മെക്കാനിക് ആവാനായിട്ട് വരുന്നവരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുള്ള കാലം മുതലേ ഞാൻ കാണുന്നത് ഈ ഓയിൽ ഒഴുകും ഈ വർക്ക്ഷോപ്പിലെ പൈസയിലാണ് ഞാൻ ജീവിക്കുന്നത്. വണ്ടികളാണ് നമ്മളെ ലോകം.
അപ്പം ആ ഒരു പാഷൻ വെച്ചിട്ടാണ് ഞാൻ ബുള്ളറ്റിലോട്ട് ആദ്യം ഞാൻ ബൈക്ക് സ്കൂട്ടി എല്ലാം പണിയുള്ളൂ ബുള്ളറ്റിലോട്ടായത്. പിന്നെ എനിക്കിത് പൈസ ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ എനിക്ക് ലേബർ കൂടുതൽ മേടിക്കായിരുന്നു. പക്ഷെ നമുക്കത് വേണ്ട, നമുക്ക് ചെയ്യുന്ന പണിക്കുള്ള കൂലി മേടിക്കുക. എനിക്ക് 10,000 രൂപ മേടിച്ചാൽ എനിക്ക് മുതലാവുന്നുണ്ട്, ഞാൻ അതുകൊണ്ട് ആ പൈസ മേടിക്കുന്നുള്ളൂ. പിന്നെ സത്യം പറഞ്ഞാൽ 30,000 രൂപ മേടിക്കുന്നവരുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. 30,000 രൂപ ലേബർ എടുക്കുന്നവരുണ്ട്. മിനിമം 15-18 താഴെ ആരും മേടിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഓണത്തിന് മുമ്പ് വരെ 6,000 രൂപയാണ് മേടിച്ചുകൊണ്ടിരുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർക്ക് 6,000 രൂപയ്ക്ക് ഞാൻ വണ്ടി പണിത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അടുത്ത ഓണം പറയും 2025 ഓണത്തിന് ശേഷമാണ് ഞാൻ 10 രൂപയ്ക്ക് തന്നെ കൂട്ടിയത്. കാരണം 6,000 രൂപയ്ക്ക് മേടിച്ചാൽ പിന്നെ മുതലാവേ. ഉറപ്പാണ്. ഇത് തന്നെ സത്യം പറഞ്ഞാൽ മുതലാവാന്ന് വെച്ചാൽ പിന്നെ നമ്മളൊരു പാഷന്റെ പുറത്ത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതായത് അമിത ലാഭം വേണ്ട, നമുക്ക് ചെയ്യുന്ന ജോലിക്കുള്ള കൂലി കിട്ടുക. അതുകൊണ്ടാണ് ഇപ്പൊ ചാലക്കുടിയിലെ കേസ് തന്നെ പറഞ്ഞില്ലേ, പുള്ളി വീണ്ടും വണ്ടി കൊടുത്ത് വിട്ടതിന്റെ മെയിൻ കാര്യം എന്താണ്? ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്താലും വണ്ടി നല്ലോണം ചെയ്ത് കൊടുത്താലും കസ്റ്റമർ വണ്ടി കൊണ്ടുവരും. അപ്പൊ അവർ നോക്കുമ്പോൾ ഓക്കെ, വർക്ക് ഓക്കെയാണ്, എൻ്റെ നല്ല അഭിപ്രായം പറഞ്ഞതാണ് പുള്ളി. പിന്നെ എന്താണ്, അതുകൊണ്ടാണ് പുള്ളി അടുത്ത വണ്ടി കൊടുത്തിട്ട് രണ്ടാമത്തെ വണ്ടി വീണ്ടും 2 വണ്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ വണ്ടി വീണ്ടും. അതുപോലെ തന്നെ പലരും ഇപ്പൊ തന്നെ നമ്മളൊരു ഗ്രീൻ വണ്ടി അമ്പലപ്പുഴയിലുള്ള വണ്ടി, പുള്ളി പുറത്താണ്, ഞാനുമായിട്ട് നല്ല കോൺടാക്ട് കീപ്പ് ചെയ്യാറുണ്ട്, എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അതെ മാറ്റ് ഫിനിഷ്. അപ്പൊ പുള്ളി ആ വണ്ടിയിൽ നിന്ന് എടുക്കാൻ പുള്ളിക്ക് വരാൻ പറ്റിയില്ല, പുള്ളി ബിസി ആയിട്ടുള്ളതാണ്. അപ്പൊ ഒരു പയ്യനെയാണ് വിട്ടത്. വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് എന്നെ രാത്രി വിളിച്ച് ഒരുപാട് നേരം സംസാരിച്ച് പുള്ളി പോകാൻ ഹാപ്പി. പിറ്റേ ദിവസം ഫാമിലി ആയിട്ട് വന്നു വർക്ക്ഷോപ്പ് വന്ന്. നമ്മളെ ജോലിക്കാർക്ക് എല്ലാവർക്കും പുള്ളി സ്നേഹത്തിന്റെ പുറത്ത് പുള്ളിയെ കൊണ്ട് പറ്റുന്ന കണക്ക് കുറച്ച് പൈസ കൊടുത്തു, എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ഓടിച്ചുകൊണ്ട് പോകുന്ന വണ്ടി ഡെയിലി വർക്ക്ഷോപ്പിൽ കയറ്റി വെക്കാനാണെന്നൊക്കെ പറയുന്നത് ഇതിൽ പലതും മെക്കാനിക്കുള്ള കമന്റാണ്. ഞാൻ ഇവരെല്ലാവരും പ്രൊഫൈൽ കയറി കാണാറുണ്ട്. പിന്നെ എനിക്ക് അതിന്റെ പിറകെ പോകാൻ വയ്യ. അതായത് ഈ പറയുന്നവര് പറയും ഇതിൽ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ചിലവർ ഇതൊരു മത്സരമായിട്ടാണ് കാണുന്നത്, കോമ്പറ്റീഷൻ ആയിട്ട്. ഞാനിത് ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. ദീപകട്ടൻ തന്നെ അറിയാം. ഞാൻ ആദ്യമായിട്ട് ഇട്ട വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ഡയലോഗ് ഞാൻ മറന്നു, ചേട്ടൻ പറഞ്ഞു. അതായത് കാരണം ഇത് കണ്ടിട്ട് 2 വണ്ടിയിലും വരണം, അത്ര എനിക്കുള്ളായിരുന്നു. അല്ല, നമ്മളത് കോമ്പറ്റീഷൻ ആയിട്ട് കാണാറില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന നമുക്ക് വീഡിയോ കണ്ടിട്ടാണ് വണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ അടുത്ത വണ്ടി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും വർക്ക് കിട്ടണം, അപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുന്നു. അല്ലാതെ ആരോടെ മത്സരിക്കാനോ അല്ലെങ്കിൽ ഞാൻ വലിയ മെക്കാനിക്കാണോ അങ്ങനെയൊന്നുമില്ല. വണ്ടിയാണ്, നമുക്കറിയാവുന്ന പണി നമ്മൾ ചെയ്യും. വണ്ടിയാകുമ്പോൾ ചിലപ്പോൾ കംപ്ലൈന്റ് വരും. എന്റെ സൈഡിൽ നിന്ന് നമ്മളെ വർക്ക്ഷോപ്പിൽ നിന്ന് പണിയുന്ന വണ്ടിക്ക് കംപ്ലൈന്റ് വന്നാൽ ഞാൻ ഫുൾ ഉത്തരവാദിത്തോടെ ഞാൻ ചെയ്ത് കൊടുക്കും. അല്ലാതെ ഞാൻ പണിയുന്ന വണ്ടി ചീത്താവില്ലെന്നൊന്നും ഞാൻ പറയില്ല. ഞാനെന്നല്ല, പറയുന്നവര് കാണും, എന്നെ കൊണ്ട് അതിന് പറ്റും. വണ്ടി ആകുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം നീറ്റായിട്ട് കൊടുക്കാൻ നോക്കും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളത് ക്ലിയർ ആയിക്കോളും. അല്ലാതെ രണ്ടാമത് കൊണ്ടുവരുമ്പോൾ അതിന് പൈസ വേണം ഇതിന് പൈസ വേണം അങ്ങനെയൊന്നുമില്ല. എന്ത് കംപ്ലൈന്റ് ആണെങ്കിലും എന്ത് സാധനം വേണമെങ്കിലും അത് നമ്മൾ മാറ്റി കൊടുക്കും. നമുക്ക് അത് ചെയ്യാൻ പറ്റും. അതെ, അത്രേ ഉള്ളൂ. കമന്റ് ഇടുന്നവർക്ക് പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടെങ്കിലും. അല്ല, ഇതിലിപ്പോ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലരുടെ വിചാരം എല്ലാ വണ്ടിയും എന്റെ അടുത്ത് തന്നെ വരണം. അങ്ങനെ ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. ഇപ്പൊ ഞാനിവിടെ കടക്കാരെ വർക്ക്ഷോപ്പ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് കടക്കാനുള്ള എല്ലാ വണ്ടിയും എന്റെ അടുത്ത് വരണമെന്നില്ല. നമുക്ക് വെളിയിൽ നിന്ന് വണ്ടി വരും, ഇവിടത്തെ വണ്ടി പുറത്തു പോകും. അത് അങ്ങനെയാണ്. നമുക്കുള്ളത് നമുക്ക് തന്നെ വരും. വെറുതെ കമന്റിനകത്തൊന്നും ചെറിയ വിളിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അത്രേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, കുറേ കൂട്ടുകാർ ഇപ്പോൾ എനിക്കാണെങ്കിലും ഷിജിനാണെങ്കിലും മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ കയ്യിൽ ബുള്ളറ്റ് സെയിൽ ഉണ്ടോ എന്നുള്ളത്. പലരും ആക്ച്വലി റീസ്റ്റോർ ചെയ്യുന്ന, നമ്മളിപ്പോൾ മറ്റൊരു കസ്റ്റമറിന് വേണ്ടി റീസ്റ്റോർ ചെയ്ത് വെക്കുന്ന വണ്ടി പോലും ചോദിക്കുന്നത് നിങ്ങളിത് കൊടുക്കാനുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു കമന്റ് കൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ഒരു വണ്ടികൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് വണ്ടി മേടിക്കാനോ ഇനി അതല്ല വണ്ടി വിൽക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പറാണ് ഞാൻ കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ആണെങ്കിൽ പോലും ഷിജിൻ ആക്ച്വലി നമ്മുടെ കൂടെ ഉണ്ട്. പണിയാനുള്ള വണ്ടികളുടെ കോൾ തന്നെ ഷിജിന് ആക്ച്വലി എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് ഹാൻഡിൽ ചെയ്യുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ ഏതൊരു വണ്ടിയാണെങ്കിലും ഇപ്പോൾ വിൽക്കാനാണെങ്കിൽ നമ്മളത് ഓടിച്ച് നോക്കിയിട്ട് എന്തൊക്കെ കംപ്ലൈന്റ് ആണോ അതിനനുസരിച്ചിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ റെഡിയാക്കി തരാം, അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാശ് കുറച്ചിട്ടല്ലേ നമുക്ക് ആ ഒരു വണ്ടി എടുക്കാം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാം സാധാരണപ്പെട്ട ആൾക്കാരാണ്. അത്രേ ഉള്ളൂ. വീഡിയോ ചെയ്തെന്നും പറഞ്ഞ് ചിലരൊക്കെ നമ്മളെ കാണുമ്പോഴത്തേക്ക് നീ ഇപ്പൊ വലിയ ആളായി പോയെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറുതെയാണ്. അപ്പൊ ഇപ്പൊ ഒരു വണ്ടി മേടിക്കണം, ചിലപ്പോൾ കടം മേടിച്ചിട്ടായിരിക്കാം. ഞാനും അങ്ങനെയൊക്കെ വണ്ടി മേടിച്ചാൽ. അപ്പോൾ ഒരു വണ്ടി മേടിക്കാൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ അകത്തുനിന്ന് വണ്ടി മേടിച്ചാൽ എന്തായാലും ഒരിക്കലും പറ്റിക്കത്തില്ല. വണ്ടിക്ക് എന്തെങ്കിലും എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അത് പറഞ്ഞു തരും, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം മെക്കാനിക്കാണ്, എന്തായാലും വണ്ടി ഓടിക്കാൻ പറയാൻ പറ്റും. പിന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ റേറ്റ് പറഞ്ഞിട്ട് ആ കംപ്ലൈന്റ് മാറ്റി ശരിയാക്കി തരും, അല്ലെങ്കിൽ ആ കംപ്ലൈന്റിനുള്ള റേറ്റ് കുറച്ച് മാന്യമായ വിലയ്ക്ക് തരാം. അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വണ്ടി മേടിക്കാനും ഇനി അതല്ല സെല് ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ 1991 മോഡൽ
നമ്മുടെ സ്വന്തം മനീഷ് ബ്രോയുടെ വണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.